ഹരേ കൃഷ്ണ. ഞങ്ങളുടെ ദിവ്യഭാഗവതം ചാനലിലേക്ക് എല്ലാവർക്കും പ്രത്യേക സ്വാഗതം അറിയിക്കുന്നു. ഞങ്ങളോട് സഹകരിക്കുന്ന അനേകം ആളുകളുണ്ട്. ഇതിനൊരു ഗൗരവത്തോടു കൂടെ അത് കണക്കാക്കുന്നു എന്നുള്ളതിൽ ഞങ്ങൾ വളരെയധികം സന്തോഷം ഉള്ളവരാണ്. എല്ലാവരോടും ഞങ്ങളുടെ ഈ നന്ദി, സന്തോഷം ഞങ്ങൾ അറിയിക്കുന്നു. ഇന്ന് ഒന്നാമത്തെ സ്കന്ധം 15-ാമത്തെ അധ്യായത്തിൽ 36-ാമത്തെ ശ്ലോകം മുതൽക്കാണ് നമ്മളിവിടെ വായിക്കാനായിട്ട്, ചിന്തിക്കാനായിട്ട് പോകുന്നത്. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനാശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകദാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോः ശ്രീയുതപദകമലം ശ്രീഗുരൂൻ വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖാന്വിതാംശ്ച. ഹേ കൃഷ്ണ കരുണാസിന്ധോ ദീനബന്ധോ ജഗൽപദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീം രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേൽ. നഷ്ടപ്രായേഷ്വഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികേ. ഹരേ പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ശ്ലോകം നമ്പർ 36. യദാ മുകുന്ദോ ഭഗവാനിമാം മഹീം ജഹൗ സ്വതന്വാ ശ്രവണീയസൽകഥാ തദാ ഹരേവാ പ്രതിബുദ്ധചേതസാം അധർമ്മഹേതുഃകലിരന്വവർത്തത. യദാ മുകുന്ദോ ഭഗവാനിമാം മഹീം ജഹൗ സ്വതന്വാ ശ്രവണീയസൽകഥാം തദാ ഹരേവാ പ്രതിബുദ്ധചേതസാം അധർമ്മഹേതുഃകലിരന്വവർത്തത. യദാ മുകുന്ദഃ ഭഗവാൻ ഇമാം മഹീം ജഹൗ സ്വതന്വാ ശ്രവണീയ സത്കഥഃ തദാ അഹഃ ഏവ പ്രതിബുദ്ധചേതസാം അധർമ്മഹേതു. അഭദ്രഹേതു എന്നും അധർമ്മഹേതു എന്നും പറയും. അഭദ്രഹേതു അല്ലെങ്കിൽ അധർമ്മഹേതു എന്നും പറയും. കലിഹി അന്വവർത്തത. അപ്പോൾ എപ്പോഴാണോ പരമദൈവോത്തമ പുരുഷനായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാൻ ഈ ഭൂലോകത്തിൽ നിന്നും തൻ്റെ രൂപത്തിനെ അന്തർധാനം ചെയ്തത്, ആ സമയം തന്നെ, ആ നിമിഷം തന്നെ ഇവിടെ കലി പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അല്പജ്ഞാനികളായുള്ളവർക്ക് എപ്പോഴും അമംഗളങ്ങളായിട്ടുള്ള കാര്യങ്ങൾ
അത്തരം അവസ്ഥകൾ ഉണ്ടാക്കുന്നതിനായിട്ട് കലി പ്രത്യക്ഷപ്പെട്ടു എന്നാണ് സൂചിപ്പിക്കുന്നത്. ഈ കലിയുഗത്തിൻ്റെ പ്രത്യേകത എന്താണ് എന്നുണ്ടെങ്കിൽ എല്ലാ ചതുർയുഗത്തിലും ശ്രീകൃഷ്ണാവതാരം സംഭവിക്കാറില്ല. ബ്രഹ്മാവിൻ്റെ ഒരു ദിവസത്തിൽ ഒരിക്കൽ മാത്രമാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ അവതാരം ഉണ്ടാവാറുള്ളത്. 1000 ചതുർയുഗങ്ങളിൽ 2000 ചതുർയുഗം അതിൽ ഒരു തവണ മാത്രമാണ് ഭഗവാന്റെ കൃഷ്ണാവതാരം ഉണ്ടാവാറുള്ളത്. അപ്പോൾ ഭഗവാൻ അവതരിച്ചിട്ടുള്ള ആ ചതുർയുഗത്തിലെ ദ്വാപരയുഗം അതിൽ നമ്മൾ ആ കലിയുഗത്തിൽ നമ്മൾ ജീവിക്കുന്നു എന്നുള്ളത് മഹാഭാഗ്യമാണ്. പിന്നെ ഈ കലിയുഗത്തിൻ്റെ പ്രത്യേകത എന്താണെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ കാലിൽ ഗുരുനാഥന്മാർ പറയാറുണ്ടത്, ഭഗവാന്റെ കാലിൽ ഈ അമ്പ് കൊണ്ടുവല്ലോ, ജര എന്നുള്ള കാട്ടാളൻ അമ്പ് ചെയ്തല്ലോ. അപ്പോൾ ആ കലിയുഗം തുടങ്ങിയിട്ട് അല്പനിമിഷം ഭഗവാൻ സാന്നിധ്യം ചെയ്തു ഇവിടെ എന്നുള്ളത് കൊണ്ടും ഈ കലിയുഗത്തിന് വളരെയധികം പ്രത്യേകത ഉണ്ടെന്ന് ആചാര്യന്മാർ അഭിപ്രായപ്പെടാറുണ്ട് എന്നാണ്. എന്നാൽ ഭഗവാനെ ഈ കലിയുടെ സ്വാധീനം ആർക്കാണ് ഉണ്ടാവുന്നത്? ഈശ്വരാവബോധം പൂർണ്ണമായും എടുക്കാത്തവരിൽ, ഭഗവാനെ ആശ്രയിക്കാത്തവരെ, ശരണാഗതി പ്രാപിക്കാത്തവരിലാണ് ഈ കലി പ്രഭാവം ചെലുത്തുന്നത് എന്നാണ്. ഭഗവാനെ പൂർണ്ണമായും ശരണം പ്രാപിച്ചിട്ട് ഭഗവാന്റെ സംരക്ഷണത്തിൽ കഴിയുന്ന ഒരാൾക്ക് ഈ കലിയുടെ സ്വാധീനമില്ലാതെയാക്കാൻ സാധിക്കും എന്ന് പറയുന്നു. കുരുക്ഷേത്ര യുദ്ധത്തെ എപ്പോഴാണോ ദുര്യോധനൻ ശരീരം ഉപേക്ഷിച്ചത്, ദുര്യോധനൻ കലി പുരുഷനായിരുന്നു, കലിയുടെ അവതാരമായിരുന്നു ഈ ദുര്യോധനൻ ശരീരം ഉപേക്ഷിച്ചപ്പോൾ കലിയുടെ രൂപത്തിൽ രണ്ടാമതും ജനിച്ചു. അപ്പോൾ കലി ഇപ്പോൾ തന്നെ അർജുനൻ ദ്വാരകയിൽ നിന്ന് മടങ്ങി വരുന്നതിന് മുമ്പേ തന്നെ കലിയുഗത്തിൻ്റെ ലക്ഷണങ്ങൾ യുധിഷ്ഠിര മഹാരാജാവിന് നേരിട്ട് അത് പ്രകടമായി അത് സ്വയം അനുഭവപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ ഭഗവാൻ ഈ ലോകം ഉപേക്ഷിച്ചോ, തൻ്റെ ഇഹലോകലയിൽ അവസാനിപ്പിച്ചോ എന്നും സംശയം യുധിഷ്ഠിര മഹാരാജാവിന് ഉണ്ടായിരുന്നു എന്നാണ്. 37ാമത്തെ ശ്ലോകം. യുധിഷ്ഠിരസ്ഥൽ പരിസർപ്പണം ബുധ പുരേജ രാഷ്ട്രേ ച ഗൃഹേ തഥാത്മനി വിഭാവത് ലോഭാനൃത ജിംഹഹിംസനാദ് അധർമ്മചക്രം ഗമനായ പര്യഥാൽ. യുധിഷ്ഠിരസ്ഥൽ പരിസർപ്പണം ബുധ പുരേ ച രാഷ്ട്രേ ച ഗൃഹേ തഥാത്മനി വിഭാവ്യ ലോഭാനൃത ജിംഹഹിംസനാദ് അധർമ്മചക്രം ഗമനായ പര്യഥാൽ. യുധിഷ്ഠിരഃ തത് പരിസർപ്പണം ബുധഃ പുരേ ച രാഷ്ട്രേ ച ഗൃഹേ തഥാ ആത്മനി വിഭാവ്യ ലോഭ അനൃത ജിംഹ ഹിംസനാദ് അധർമ്മചക്രം ഗമനായ പര്യഥാൽ. അതായത് യുധിഷ്ഠിര മഹാരാജാവിന് ഏകദേശം മനസ്സിലായി ഇനി വരാൻ പോകുന്ന കലിയുഗത്തിനെ കുറിച്ചിട്ടുള്ള ധാരണ ഉണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ കലിയുഗത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള ലക്ഷണങ്ങൾ എന്താണ്? അത്യാർത്തി, പിന്നെ മിഥ്യാബോധം, വഞ്ചന, അക്രമം, രാജ്യത്തിലുടനീളം ഇത് കാണാൻ ഇത് സംഭവിക്കാൻ പോകുന്നു എന്നാണ്. പിന്നെ രാജധാനിയിൽ ഓരോ ഗൃഹങ്ങളിലും പ്രജകൾക്കും പ്രജകളുടെയും ഓരോ പ്രജകളുടെയും ഹൃദയത്തിലും ഇതൊക്കെ പ്രകടമായി തുടങ്ങി എന്ന് യുധിഷ്ഠിരന് മനസ്സിലാക്കാൻ സാധിച്ചു. കാരണം അത്രയും വിവേകശാലിയായിരുന്നു യുധിഷ്ഠിര മഹാരാജാവ് എന്നാണ്. അതുകൊണ്ട് വളരെ പെട്ടെന്ന് തൻ്റെ രാജ്യത്തിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ യുധിഷ്ഠിര മഹാരാജാവിന് സാധിച്ചു എന്നിവിടെ പറയുന്നു. അതുകൊണ്ട് തന്നെ ഈ കലിയുഗത്തിൽ അവർക്ക് ജീവിച്ചിരിക്കാൻ, ഈ ധാർമ്മികന്മാരായിട്ടുള്ള പാണ്ഡവന്മാർക്ക് ജീവിച്ചിരിക്കാൻ പറ്റിയിട്ടുള്ള കാലമല്ല എന്ന് മനസ്സിലാക്കിയിട്ട് യുധിഷ്ഠിര മഹാരാജാവ് എല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറായി എന്നാണ്. അതിനനുയോജ്യമായിട്ട് രാജാവിൻ്റെ എല്ലാവിധത്തിലുള്ള
ആ ആർഭാടങ്ങളും ആ ആടയാഭരണങ്ങൾ, ചെങ്കോല്, കിരീടം, പട്ടുവസ്ത്രങ്ങൾ, കൊട്ടാരം, ഇതെല്ലാം ഉപേക്ഷിക്കാൻ യുധിഷ്ഠിര മഹാരാജാവ് തയ്യാറായി, നിസ്സംഗമായ ഭാവത്തോടു കൂടെ എന്നാണ്. അപ്പോൾ കലിയുഗത്തിൻ്റെ തുടക്കം മുതലേ എന്താണ്, അതിൻ്റെ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. ഇനി കാലം കഴിയുന്തോറും കലിയുഗത്തിൻ്റെ ശക്തി വർദ്ധിച്ചു വരും എന്നാണ്. അപ്പോൾ അതിന് മുമ്പേ തന്നെ നമ്മൾ എന്താ വേണ്ടത്, ഭഗവാനോടൊപ്പമുള്ള വാസത്തിൽ ഈ പാണ്ഡവന്മാർ അത്യധികം തൽപരരായിരുന്നു. ഭഗവാന്റെ ഒപ്പമാണ് അവരുണ്ടായിരുന്നത്, ഭഗവാന്റെ കൂടെ ഇരുന്നവർ, അല്ലെങ്കിൽ ഭഗവാന്റെ സ്മരണയിലായിരുന്നവർ നിരന്തരമായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരെ അപ്പം അങ്ങനെയുള്ളവർക്ക് എന്തെങ്കിലും ചെറിയ വ്യതിയാനങ്ങൾ വന്നാൽ പെട്ടെന്ന് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ സാധാരണ ഒരു വ്യക്തി, അതായത് അവനവൻ്റെ ഗൃഹസ്ഥനായിട്ടുള്ള ഒരാൾ, അവനവൻ്റെ ഗൃഹത്തിലെ കാര്യങ്ങൾ നോക്കാൻ പ്രാപ്തിയുള്ള ഒരാൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ആളെ പുത്രനാണെങ്കിലും വേണ്ടപ്പെട്ടവരാണെങ്കിലും അവരെ ഗൃഹത്തിൻ്റെ ഭാരം ഏൽപ്പിച്ച് ഭഗവാനെ സേവിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെടേണ്ടതാണ്. ഒരു കാലഘട്ടം കഴിഞ്ഞാൽ ഇതാ എൻ്റെ എന്ന് വിചാരിച്ച് നമ്മൾ അത് മുഴുവൻ എൻ്റേതാണെന്ന് വിചാരിച്ച് പല്ലി ഉത്തരം താങ്ങുന്നത് പോലെ ഇരിക്കരുത് എന്നാണ് പറയുന്നത്. വിവേകാനന്ദ സ്വാമികളൊക്കെ പറയാറുണ്ട്, നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പേ ലോകം ഉണ്ടായിട്ടുണ്ട്, ഇനി നിങ്ങൾ പോയി കഴിഞ്ഞാലും ഈ ലോകത്തിന് യാതൊരു കുറവും വരില്ല. അപ്പോൾ നിങ്ങൾ കുറച്ച് ഭഗവാനെ സേവിക്കുന്നു എന്ന് വിചാരിച്ച് ആർക്കും ഒരു നഷ്ടവും വരാനില്ല. ആത്മീയതയിലേക്ക് നിങ്ങൾ പോകുന്നു എന്നുള്ളത് കൊണ്ട് പിന്നെ നിങ്ങൾക്ക് കൂടുതൽ ലാഭം ഉണ്ടാവുകയും ചെയ്യും എന്ന് പറയാറുണ്ട്. വിവേകാനന്ദ സ്വാമികൾ, ആചാര്യന്മാർ മുഴുവൻ അതിനെക്കുറിച്ച് പറയാറുണ്ട്. ഒരു നഷ്ടവും സംഭവിക്കില്ല, പോരാത്തതിന് അവനവന് ലാഭം ഉണ്ടാവും എന്നുള്ളത് പറയാറുണ്ട്. അപ്പോൾ യമരാജൻ, അതായത് അന്തകൻ വന്ന് വിളിക്കുന്നത് വരെ നമ്മൾ ഈ വീട് തന്നെ ഗൃഹത്തിൽ ഇവിടെ തന്നെ പറ്റിപ്പിടിച്ച് അതിനോടുള്ള ആസക്തിയോട് കൂടിയിട്ട് അങ്ങനെ കഴിഞ്ഞു കൂടരുത്. ഈശ്വരനെ സേവിക്കുക, എല്ലാം ഉപേക്ഷിച്ചിട്ട് ഇറങ്ങണം എന്നല്ല പറയണത്. അവിടെ ഇരുന്ന് കൊണ്ട് നമ്മൾക്ക് ഡിറ്റാച്ച്മെൻറ്റ് സാധിക്കും ഭഗവത് സേവയിൽ കൂടെ. നിർമ്മമോ നിരഹങ്കാര. പ്രത്യേകിച്ച് ഒരു ഭഗവാനോട് അടുപ്പം വർദ്ധിക്കുന്നതോടുകൂടി മറ്റുള്ള കാര്യങ്ങളിൽ ഒരു ഡിറ്റാച്ച്മെൻറ്റ് സ്വാഭാവികമായിട്ടും വരും എന്നാണ്. അപ്പോൾ മരണം വന്ന് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ ആത്മസാക്ഷാത്കാരത്തിനായിട്ട് നമ്മൾ ഭവനം ഉപേക്ഷിച്ച് അതായത് അതിനോടുള്ള ആസക്തി ഉപേക്ഷിക്കേണ്ടതാണ് എന്ന് ചില പ്രഭുപാദർ വ്യാഖ്യാനത്തിൽ പറയുന്നു. 38-ാമത്തെ ശ്ലോകം. സ്വരാൾപൗത്രം വിനയനമാത്മനസ്സു സമം ഗുണൈഃ തോയനീവ്യാപതിം ഭൂമേരഭിഷിഞ്ജൽ ഗജാഹ്വയേ. സ്വരാട് പൗത്രം വിനയനമാത്മനസ്സു സമം ഗുണൈഃ തോയനീവ്യാപതിം ഭൂമേരഭിഷിഞ്ജൽ ഗജാഹ്വയേ. സ്വരാട്ട് പൗത്രം വിനയനം ആത്മനഃ സുസമം ഗുണൈഃ തോയനീവ്യാഃ പതിം ഭൂമേഃ അഭ്യഷിഞ്ജൽ ഗജാഹ്വയേ. സ്വരാട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ ചക്രവർത്തി, അതായത് യുധിഷ്ഠിര മഹാരാജാവിനെയാണ് സ്വരാട്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ പൗത്രം എന്ന് പറഞ്ഞാൽ പരീക്ഷിത്ത് എന്നുള്ള തൻ്റെ പേരക്കുട്ടിയെ, അഭിമന്യുവിൻ്റെ പുത്രനെ എന്നർത്ഥം. വിനയനം, അതായത് വേണ്ട വിധത്തിൽ പരിശീലനം കൊടുത്തിട്ടുണ്ട് ഈ യുധിഷ്ഠിര മഹാരാജാവും പാണ്ഡവന്മാരും പരീക്ഷിത്ത് മഹാരാജാവിന് എങ്ങനെ രാജ്യം ഭരിക്കണം എന്നുള്ളത്. പിന്നെ ആത്മനഃ സുസമം ഗുണൈഃ, അതായത് ഈ പാണ്ഡവന്മാർക്ക് എന്തെല്ലാം സദ്ഗുണങ്ങളുണ്ടോ അത് മുഴുവൻ ഈ പരീക്ഷിത്ത് മഹാരാജാവിനും പകർന്നു കിട്ടിയിട്ടുണ്ട്. അതിനുള്ള പരിശീലനം അവിടെ ലഭിച്ചിട്ടുണ്ട് എന്നാണ്. അവിടെ രാജ്യത്തിന് അതിർത്തി ഏതാണ്? തോയനീവ്യാഹ, സാഗരങ്ങളാണ് അതിർത്തി എന്നാണ്. അത് ഉൾപ്പെട്ട
സപ്തസാഗരങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ള ആ സാമ്രാജ്യത്തിൻ്റെ അധിപതിയായിരുന്നു പാണ്ഡവന്മാർ രാജ്യം ഭരിച്ചിരുന്നത്. അപ്പോൾ ഭാരതമായിരുന്നു ഈ രാജ്യങ്ങളെ മുഴുവൻ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത് ചക്രവർത്തി, അതായത് ഹസ്തിനപുരം കേന്ദ്രമാക്കിക്കൊണ്ട് എന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള അത്രയും വിപുലമായിട്ടുള്ള ഈ സാമ്രാജ്യം, അതിനെ ആ സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തിയായിട്ട് പരീക്ഷിത്ത് മഹാരാജാവിനെ അഭിഷേകം ചെയ്തു. പരീക്ഷിത്ത് എന്നുള്ള ഉണ്ണിയെ അഭിഷേകം ചെയ്തു എന്നാണ്. ഇവിടെ പരീക്ഷിത്ത് മഹാരാജാവിനെ വിനയനം എന്നുള്ള പദം കൊണ്ട് വിശേഷിപ്പിച്ചിട്ടുണ്ട് എന്നാണ്. അതായത് ചക്രവർത്തിയുടെ സൽഭരണത്തിന് കീഴിൽ പ്രജകൾ വളരെ സന്തോഷത്തോടു കൂടെയാണ് വസിച്ചിരുന്നത് എന്നാണ് കാരണം. പ്രകൃതി വിഭവങ്ങളായിട്ടുള്ള ധാന്യങ്ങൾ, ഫലങ്ങൾ, പാല്, ഔഷധികൾ, അമൂല്യരത്നങ്ങൾ, ധാതുക്കൾ, അങ്ങനെ പ്രജകൾക്ക് ആവശ്യമായ എല്ലാം സമൃദ്ധമായിട്ട് ഉണ്ടായിരുന്നു സാമ്രാജ്യത്തിൽ. അതുകൊണ്ട് എല്ലാവരും സന്തോഷവാന്മാരായിരുന്നു എന്നാണ്. എല്ലാ വിധത്തിലുള്ള ശരീരക്ലേശങ്ങളിൽ നിന്നും മുക്തരായിരുന്നു അവർ. പിന്നെ മറ്റുള്ള ജീവജാലങ്ങൾക്കൊരു ചക്രവർത്തി എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിലുള്ള എല്ലാവരും രാജാവിൻ്റെ പ്രജകളാണ്. അപ്പോൾ എല്ലാ ജീവികൾക്കും, മൃഗങ്ങൾക്ക് വളരെ സുരക്ഷിതത്വം ഉണ്ടായിരുന്നു. പശു മുതലായിട്ടുള്ള നമ്മൾ വളർത്തു മൃഗങ്ങൾ, അങ്ങനെയുള്ള മൃഗങ്ങൾക്ക്, പാവപ്പെട്ട ജീവികൾക്ക് മുഴുവൻ ഒരു സുരക്ഷിതത്വം ഉണ്ടായിരുന്നു പണ്ട് രാജാക്കന്മാരുടെ കീഴിലുള്ള അവർക്ക് എന്നാണ്. അപ്പോൾ കലിയുടെ സ്വാധീനം വർദ്ധിക്കുന്നതോട് കൂടിയിട്ട് രാജാക്കന്മാരുടെ ഗുണങ്ങളെല്ലാം ഇല്ലാതെയായിത്തീരാണ്. പ്രജകൾക്കും ഭരണാധികാരികളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഈ കാലഘട്ടത്തിൽ പോലും നമ്മൾക്ക് ആത്മീയമായിട്ടുള്ള നേട്ടം കൈവരിക്കാൻ ബുദ്ധിമുട്ടില്ല. കാരണം കലിയുടെ ഏറ്റവും വലിയ ഗുണം എന്താണ്? കീർത്തനാദേവ കൃഷ്ണസ്യാമുക്തസംഗ പരം വ്രജേൽ. ശ്രീകൃഷ്ണ ഭഗവാന്റെ നാമസങ്കീർത്തനം കൊണ്ട് തന്നെ എല്ലാ വിധത്തിലുള്ള പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ സാധിക്കുമെന്ന് ഏറ്റവും വലിയ ഗുണമാണ്, ഏറ്റവും വലിയൊരു മഹത്തായിട്ടുള്ളൊരു ഗുണമാണ് കലിയുടെ എന്നാണ്. ആ ഗുണം നമ്മൾ ഉപയോഗപ്പെടുത്തുക. അതിന് വേണ്ടിയിട്ടാണ് ചൈതന്യ മഹാപ്രഭു നമ്മൾക്ക് മഹാമന്ത്രം ഉപദേശിച്ചത്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്നുള്ള മഹാമന്ത്രം ഉപദേശിച്ചത് ഈ കലിയുഗത്തിലെ എന്താണ് കലിസന്തരണ ഉപനിഷത്ത് എന്നാണ് ഈ മന്ത്രത്തിന് പേര് പറയുന്നത് എന്നാണ്. 39ാമത്തെ ശ്ലോകം. മധുരായാം തഥാ വജ്രം ശൂരസേനപതിം തഥാ പ്രാജാപത്യം നിരൂപ്യേഷ്ടിമഗ്നേന പിബതീശ്വരാം. മധുരായാം തഥാ വജ്രം ശൂരസേനപതിം തഥാ പ്രാജാപത്യാം നിരൂപ്യേഷ്ടിം അഗ്നേന പിബതീശ്വരാം. അതായത് ഇവിടെ മധുരയിൽ ദ്വാരകാ സമുദ്രത്തിന് അധീനമായി മാറിയല്ലോ. അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ പൗത്രനായിട്ടുള്ള അനിരുദ്ധൻ്റെ പുത്രൻ വജ്രനാഭനെ ആണ് ഇവിടുത്തെ മധുരയിലെ രാജാവായിട്ട് വാഴിച്ചത് എന്നാണ്. അതിനുശേഷം യുധിഷ്ഠിര മഹാരാജാവ് പ്രാജാപത്യയാഗം എന്നത്, തൻ്റെ ഈ ഒരു ഗൃഹസ്ഥാശ്രമ ജീവിതം അവസാനിപ്പിക്കുന്നു എന്ന് തെളിയിക്കുന്ന, അതിന് സൂചിപ്പിക്കുന്നതാണ് പ്രാജാപത്യയാഗം എന്നത്. അത് അനുഷ്ഠിച്ചു. എന്നിട്ട് സ്വയം യാഗാഗ്നിയിൽ അതെല്ലാം എല്ലാം സമർപ്പിച്ചു. അതിൻ്റെ ശേഷം യുധിഷ്ഠിര മഹാരാജാവ് രാജ്യം ഉപേക്ഷിച്ചിട്ട് ഇറങ്ങുകയാണ്. ആരോടും ചോദിച്ചില്ല. തൻ്റെ സഹോദരന്മാരോട് ഒരു വാക്ക് നിങ്ങൾ വരണമെന്ന് ചോദിച്ചില്ല എന്നാണ്. വർണ്ണാശ്രമധർമ്മത്തെക്കുറിച്ച് ശാസ്ത്രീയമായ വ്യവസ്ഥിതി മാനവജീവിതത്തിൻ്റെ ജീവനോപായത്തെ സംബന്ധിക്കുന്ന 4 വർണ്ണമായും ജീവിത വ്യവസ്ഥയെ സംബന്ധിക്കുന്ന 4 ആശ്രമമായിട്ടും വിഭജിക്കുന്നുണ്ട്. ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം എന്ന് ആശ്രമധർമ്മങ്ങൾ. ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര എന്നുള്ളത് 4 ആശ്രമധർമ്മങ്ങൾ. അതിനടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മളുടെ സനാതന സംസ്കാരം നിലനിൽക്കുന്നത് എന്നാണ് സൂചിപ്പിക്കുന്നത്.
ഇപ്പോൾ ഒരു വ്യക്തി ജീവിതം മുഴുവൻ ഭൗതികമായ ആസ്വാദനങ്ങളിലും പിന്നെ ഫ്രൂട്ടീവ് ആക്ടിവിറ്റീസ്, അതായത് ഫലോദ്ദിഷ്ടമുള്ള കർമ്മങ്ങളിലും ഏർപ്പെടുന്നത് വാസ്തവത്തിൽ വിഡ്ഢിത്തമാണ് എന്നാണ്. വാസ്തവത്തിൽ ഈ ശരീരം കിട്ടിയത് ഈശ്വര സേവയ്ക്ക് വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഈ ശരീരത്തിന് ഉപയോഗപ്പെടുത്താൻ സാധിച്ചാൽ അതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വിജയം എന്നും ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. 40ാമത്തെ ശ്ലോകം. വിസൃജ്യ തത്തൽ സർവം ദുകൂലവലയാധികം നിർമ്മമോ നിരഹങ്കാര സംഛിന്നാശേഷബന്ധനാം. വിസൃജ്യ തത്തൽ സർവം ദുകൂലവലയാധികം നിർമ്മമോ നിരഹങ്കാര സംഛിന്നാശേഷബന്ധന. വിസൃജ്യ തത്ര തൽ സർവം ദുകൂലവലയ ആധികം നിർമ്മമഃ നിരഹങ്കാരഃ സംഛിന്ന അശേഷബന്ധന. യുധിഷ്ഠിര മഹാരാജാവ് രാജകീയമായിട്ടുള്ള എല്ലാ ഉടയാടകൾ, വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, പിന്നെ അരപ്പട്ട മുതലായിട്ടുള്ളത് എല്ലാം കിരീടം മുതലായ ചെങ്കോല കിരീടം എല്ലാം ഉപേക്ഷിച്ചു. ഒന്നിനോടും താല്പര്യം ഉണ്ടായില്ല. കാരണം എന്താണ്? അവർക്ക് പാണ്ഡവന്മാർക്ക് യുധിഷ്ഠിര മഹാരാജാവിന് ഈ കാണുന്ന ആർഭാടങ്ങൾ, തൻ്റെ രാജ്യത്തിൽ കാണുന്ന ഈ സമൃദ്ധി, തൻ്റെ ചക്രവർത്തിയുടെ പദവി, അതിനേക്കാൾ കൂടുതൽ ഒരു എന്തൊന്നില്ലാത്ത ആവേശം ഉണ്ടായിരുന്നു കൃഷ്ണനെ സേവിക്കാനായിട്ട്. കൃഷ്ണഭക്തിയിൽ, കൃഷ്ണനോടുള്ള ആ എന്തൊന്നില്ലാത്ത ഒരു തീവ്രമായിട്ടുള്ള ഭക്തിഭാവം പാണ്ഡവന്മാർക്ക് യുധിഷ്ഠിര മഹാരാജാവിനൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് ഇതൊക്കെ ഉപേക്ഷിച്ച് പോകുമ്പോഴും പ്രത്യേകിച്ച് യാതൊരു ഭാവവ്യത്യാസമില്ലാതെ ആനന്ദത്തോടു കൂടി ഉപേക്ഷിച്ചു എല്ലാം എന്നാണ്. നമ്മളെപ്പോലെയൊന്നും അല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. എന്തിനാണ് ഉപേക്ഷിച്ചത്? ഇത് ആത്മീയമായി പരിശുദ്ധനായി തീരാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ഉപേക്ഷിച്ചത് എന്നാണ്. സന്യാസിയുടെ കാഷായ വസ്ത്രം എന്താ അഗ്നിയെ സൂചിപ്പിക്കുന്നു അത് എന്നാണ്. അതായത് കാഷായ വസ്ത്രം എന്നുള്ളത് എന്താണ്? ആകർഷകമായ എല്ലാ ഭൗതിക വസ്തുക്കളിൽ നിന്നും ഭൗതിക വസ്ത്രങ്ങളിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തെയാണ് സൂചിപ്പിക്കുന്നത് സന്യാസിയുടെ കാഷായ വസ്ത്രം എന്നതാണ്. ഇതിൽ കുടുംബം, രാജ്യം, സമൂഹം, തൊഴിൽ, ധനം മുതലായിട്ടുള്ള അതിനോട് അനവധി കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു പദവിയിൽ നമ്മൾക്ക് ആഗ്രഹമുള്ളിടത്തോളം കാലം നമ്മൾ ഭൗതികമായിട്ടുള്ള അശുദ്ധി നമ്മളിൽ ബാധിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. മിക്കവാറും ആളുകൾ മുഴുവൻ ഇങ്ങനെ ഏതെങ്കിലും ഒന്നായിട്ട് ഗാഠമായിട്ട് ബന്ധപ്പെട്ടവരാണ് എന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള തെറ്റായ അവബോധം അഥവാ മിഥ്യാബോധം ബദ്ധാത്മാവിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു സ്ഥാനമാണെന്ന വസ്തുത അവരറിയുന്നില്ല. മിഥ്യാബോധമാണ് അത്. ബദ്ധാത്മാവിനെ ഒരു കണ്ടീഷൻഡ് സോൾ അവരെ സംബന്ധിച്ചിട്ടുള്ള മറ്റൊരു സ്ഥാനമാണ് ഇത് എന്നാണ്. അത് ഭഗവാനിലേക്ക് മടങ്ങിച്ചെല്ലുന്നതിന് മുമ്പ് ഇതെല്ലാം ഉപേക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ യുധിഷ്ഠിര മഹാരാജാവിനെ ഇവിടെ ഒരു ദൃഷ്ടാന്തമായിട്ട് കാണിച്ചു തരികയാണ്. രാമചന്ദ്രസ്വാമിയുടെ അതേ തലത്തിൽ ശ്രേഷ്ഠൻ ധർമ്മിഷ്ഠനുമായ ഉത്തമ രാജാവായിരുന്നു ഈ യുധിഷ്ഠിര മഹാരാജാവ് എന്നിവിടെ സൂചിപ്പിക്കുന്നുണ്ട്. 41. വാചം ജുഹാവ മനസി തൽപ്രാണയിതരേക്ഷതം മൃത്യാവപാനം സോത്സർഗം തം പഞ്ചത്വേഹ്യജോഹവേത്. വാചം ജുഹാവ മനസി തൽപ്രാണയിതരേക്ഷതം മൃത്യാവപാനം സോത്സർഗം തം പഞ്ചത്വേഹ്യജോഹവേത്. വാചം ജുഹാവ മനസി തത് പ്രാണേ ഇതരേ ച തം മൃത്യൗ അപാനം സ ഉത്സർഗം തം പഞ്ചത്വേ ഹി അജോഹവേത്. അല്ല, എല്ലാ ഇന്ദ്രിയങ്ങളെയും മനസ്സിലേക്ക് ആവാഹിച്ചു.
എന്നിട്ട് മനസ്സിനെ പ്രാണനിലേക്ക് ലയിപ്പിച്ചു. ജീവനെ ശ്വാസത്തിലേക്ക് ആവാഹിച്ചു. പിന്നെ മുഴുവൻ അസ്തിത്വത്തെ 5 ഘടകങ്ങളിലും ലയിപ്പിച്ചു. എന്നിട്ട് ശരീരത്തെ മൃത്യുവിന് സമർപ്പിച്ചു. പഞ്ചഭൂതാത്മകമാണ് ഈ ശരീരം. പഞ്ചഭൂതങ്ങളിലേക്ക് ഇതിന് ഓരോന്നിനെയും തൻ്റെ സങ്കല്പം കൊണ്ട് ഉപേക്ഷിക്കുന്നതിനാണ് അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവായിട്ട് ഭൗതിക ജീവതത്വത്തിൽ നിന്നും സ്വതന്ത്രനായിട്ട് മാറി എന്നാണ് സൂചിപ്പിക്കുന്നത് ഇവിടെ. യുധിഷ്ഠിര മഹാരാജാവ് അർജുനനെ പോലെ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിച്ചു. പാണ്ഡവന്മാർക്ക് മുഴുവൻ യുധിഷ്ഠിര മഹാരാജാവിൻ്റെ അർജുനൻ്റെ അതേ പ്രത്യേകത അവർക്ക് മുഴുവൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർക്കും യാതൊരു പ്രയാസവുമില്ലാതെ എല്ലാം ഉപേക്ഷിക്കാനും ശരീരത്തിനോടുള്ള അഭിനിവേശം ഒരൊറ്റ നിമിഷം കൊണ്ട് ഉപേക്ഷിക്കാൻ അവർക്ക് സാധിച്ചു എന്നാണ്. മരണത്തിൻ്റെ അതായത് ജീവശ്വാസത്തെ സംബന്ധിക്കുന്ന മാലിന്യങ്ങളിൽ നിന്നും എപ്പോൾ ഒരുവൻ മനസ്സിൻ്റെ പ്രവർത്തനങ്ങളെ ശുദ്ധമാക്കുന്നുവോ അപ്പോൾ മനസ്സിൻ്റെ ഭൗതികമായിട്ടുള്ള അവസ്ഥ മാറുന്നു. അങ്ങനെ ജനനം മരണം മുതലായ ആവർത്തന ചക്രത്തിൻ്റെ മാലിന്യത്തിൽ നിന്നും ആ സ്വതന്ത്രമാകുന്നു. എന്നിട്ടോ മരണത്തിൻ്റെ ആ സമയത്ത് മനസ്സിൻ്റെ വിധാനമായ ഭൗതിക ശരീരത്തിൻ്റെ താൽക്കാലിക മൂർത്തിമൽ ഭാവത്താലാണ് ഇവയെല്ലാം വ്യക്തമാകുന്നത്. ഭഗവാന്റെ പാദാരവിന്ദ സേവനത്തിൽ സദാ വ്യാപൃതനായി തീരുക. അതേപോലെ ഭഗവാന്റെ മരണാനന്തരം മനസ്സിന് മറ്റൊരു ഭൗതിക ശരീരം സൃഷ്ടിക്കേണ്ട ആവശ്യമുണ്ടാകുന്നില്ല. ഭഗവാന്റെ തൃപ്പാദത്തിൽ പൂർണ്ണമായും ശരണാഗതി പ്രാപിക്കുന്ന ഒരു വ്യക്തിക്ക് ഭഗവാന്റെ ആ മരണസമയത്ത് ഭഗവാന്റെ രൂപത്തിനെ ധ്യാനിക്കാൻ സാധിക്കും. ഭഗവാന്റെ രൂപത്തിനെ മനസ്സുകൊണ്ട് ചിന്തിക്കാൻ സാധിക്കും. അഥവാ നമുക്ക് ചിന്തിക്കാൻ സാധിക്കണില്ലെങ്കിലോ ഇത്രയും കാലം തന്നെ സേവിച്ചു ഈ ഒരു വ്യക്തി എന്നുള്ളത് കൊണ്ട് ഭഗവാന് ആ വ്യക്തിയോട് ജീവനോട് കരുണ തോന്നും. അപ്പോൾ ഭഗവാൻ ആ മരണസമയത്ത് വരുന്ന വേദനകളൊക്കെ ലഘൂകരിച്ചു കൊടുക്കും. എന്നിട്ടോ തൻ്റെ അടുത്തേക്ക് വരാനുള്ള ഒരു സുഗമമായിട്ടുള്ള മാർഗം ഭഗവാൻ കൊടുക്കും. എന്നിട്ട് അവസാന നിമിഷത്തിൽ ആ ഭഗവാന്റെ കരുണ ആ വ്യക്തിയിൽ വന്ന് ആ ജീവനിൽ വന്നിട്ട് ആ ജീവൻ ഭൗതികത്തിൽ അധപ്പതിച്ചു പോവാതെ നരകയാതനകൾ അനുഭവിക്കാതെ ലോകങ്ങളിലേക്ക് ദിവ്യമായ ലോകങ്ങളിലേക്ക് പോകും. അതാണ് യുധിഷ്ഠിര മഹാരാജാവിൻ്റെ അത്രയും പരിശുദ്ധ ഭക്തനായിരുന്നു പാണ്ഡവന്മാർ എന്നതാണ്. അങ്ങനെ ഭഗവത് ധാമത്തിൽ മടങ്ങിച്ചെല്ലാൻ നിശ്ചയമായും സാധിക്കും. ആർക്കും സാധിക്കും, വേണമെന്ന് വിചാരിച്ച് പ്രയത്നിക്കണമെന്ന് മാത്രം എന്നാണ്. 42ാമത്തെ ശ്ലോകം. ത്രിത്വേ ഹുത്വാ ച പഞ്ചത്വം തച്ചേകത്വേ ജുഹോന്മുനി സർവാത്മന്യജുഹവേൽ ബ്രഹ്മണ്യാത്മാനമവ്യയേ. ത്രിത്വേ ഹുത്വാ ച പഞ്ചത്വം തൽച്ച ഏകത്വേ അജുഹോത് മുനി സർവം ആത്മനി അജുഹവേൽ ബ്രഹ്മണി ആത്മാനം അവ്യയേ. ത്രിത്വേ എന്ന് പറഞ്ഞാൽ ത്രിഗുണങ്ങളുടെ അവസ്ഥ എന്നാണ്. അതിലേക്ക് ഹുത്വ ത്രിഗുണങ്ങളുടെ അവസ്ഥയിലേക്ക് ഇതിനെ സമർപ്പിച്ചു. പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായ സ്ഥൂല ഭൗതിക ശരീരത്തെ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളായി ഉന്മൂലനം ചെയ്തിട്ട് അതാണ് അദ്ദേഹം അവിദ്യയിൽ ലയിപ്പിച്ചു. അവിദ്യയിൽ നിന്നാണ് ഇത് ഉണ്ടായിട്ടുള്ളത് എന്നാണ്. ആ വിദ്യയെ എന്താണ് അത് ബ്രഹ്മനിൽ ആത്മാവിലേക്ക് ആവാഹിച്ചു എന്നാണ് സൂചിപ്പിക്കുന്നത്. അതായത് മഹാരാജാവ് യുധിഷ്ഠിരൻ എന്ത് ചെയ്തുകൊണ്ടെങ്കിൽ മനസ്സിനെ ഈ ഭൗതികത്തിൽ നിന്ന് മുക്തനാക്കാൻ വേണ്ടിയിട്ട് പഞ്ചഭൂതമായ നിർമ്മിതമായ ശരീരത്തിന് 5 ഘടകങ്ങളെ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളാൽ വിലയിപ്പിച്ചു എന്നാണ്.
അതോടുകൂടെ നല്ലത് ചീത്ത എന്നുള്ള ശരീരത്തിൻ്റെ ആ അവസ്ഥകൾ തന്നെ ഇല്ലാതെയായിട്ട് മാറി എന്നാണ്. എന്നിട്ടോ ഗുണപരമായ ആവിഷ്കാരങ്ങൾക്ക് വേണ്ടി ശുദ്ധാത്മാവിൻ്റെ മിഥ്യാബോധത്തിൽ നിന്നും ഉളവാകുന്ന ഭൗതിക ശക്തിയിൽ വിലയിക്കുകയും ചെയ്യുന്നു. അപ്രകാരം എപ്പോൾ ഒരുവന് ഭരമഭഗവാന്റെ ആത്മീയ ലോകത്തിലെ അസംഖ്യം ലോകങ്ങളിൽ ഒന്നിൽ നിലകൊള്ളുന്ന വിശേഷിച്ച് അസംഖ്യമായ ആത്മീയ ലോകങ്ങളുണ്ട്. അതിൽ വിശേഷപ്പെട്ട ഒരു ലോകമാണ് ഇത് ഗോലോക വൃന്ദാവനം. അവിടെ ഗോലോക വൃന്ദാവനത്തിലെ ഭഗവാൻ സന്തത സഹചാരിയായിട്ട് മാറാനുള്ള ഒരു അനുവാദം ഭഗവാൻ ആ ഭക്തന് കൊടുക്കും എന്നതാണ്. പരീക്ഷിത്ത് ഈ ദക്ഷ മഹാരാജാവ് ഒരിക്കലും താൻ ഇത്രയും വലിയ സാമ്രാജ്യത്തിൻ്റെ അധിപതിയാണെന്നുള്ളതോ താൻ ഇത്രയും വലിയൊരാളാണെന്ന് ഒന്നും ദക്ഷന് വിചാരിച്ചിരുന്നില്ല. വിനയാന്വിതനായിരുന്നു എന്നാണ്. ഭഗവാന്റെ പരിശുദ്ധ ഭക്തനാണ്. അതുകൊണ്ട് തന്നെ ഭഗവാന്റെ നിരന്തരം ഭഗവാന്റെ സ്മരണ അദ്ദേഹത്തിനുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് വളരെയധികം വിനയത്തോടു കൂടിയിട്ട്, അതായത് താഴ്മയോട് കൂടിയിട്ട് ഭഗവാനെ ശരണാഗതി പ്രാപിച്ചുകൊണ്ടുള്ള അവസ്ഥയിൽ നിന്നും ഒരണു പോലും അവിടുന്ന് വിട്ടുനിന്നിരുന്നില്ല എന്നാണ്. യുധിഷ്ഠിര മഹാരാജാവ് എല്ലാം ഉപേക്ഷിച്ചിട്ട് ഭഗവാന്റെ ലോകത്തിലേക്ക് പോവാൻ തയ്യാറായി നിൽക്കുന്ന ആ ഒരു രംഗമാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്ന് നമ്മൾക്ക് ഇത്രയും മഹാഭാഗ്യമാണ് ഇത്രയും ഭാഗം അവതരിപ്പിക്കാൻ സാധിച്ചത്. ഇപ്പോൾ നമ്മളിവിടെ സമർപ്പിക്കുന്നു. നമോ ബ്രഹ്മണ്യദേവായ ഗോബ്രാഹ്മണഹിതായ ച ജഗദ്ധിതായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ.